ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് വരുന്ന സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എന്ത് സന്തോഷമാണ് ഇന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഒരു നൈറ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹൈ എനർജി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യം വിചാരിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളിപ്പോൾ മനസ്സ് വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഒന്ന് സാധിക്കണമെന്ന് വിചാരിച്ചിട്ട് അത് സാധിക്കാനുള്ള വ്യക്തികളോ അല്ലെങ്കിൽ അത് സാധ്യമാകാനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ടാവണം. ഏതെങ്കിലും ജോലിക്കാര്യത്തിൽ നിങ്ങളിപ്പോൾ ശ്രമിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ ഏതെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു റിപ്ലൈ ലഭിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സന്തോഷ വാർത്ത ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദൂരെ എവിടെ നിന്നെങ്കിലും ആവാം, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് വരാം, അല്ലെങ്കിൽ ഒരു കോൾ വരാം. ഏതെങ്കിലും ഒരു കാര്യത്തിലായാലും, ഏത് വ്യക്തിയാവാം, ഏതൊരു വ്യക്തിയുമാവാം, അല്ലെങ്കിൽ ഏതൊരു സാഹചര്യവുമാവാം, ഏത് കണക്ഷനും ആവാം, അത് വളരെയധികം നിങ്ങളിലേക്ക് കുറച്ച് ആലോചിച്ചുറപ്പിച്ച ഒരു തീരുമാനമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് പേജ് ഓഫ് കപ്സിന്റെ എനർജി. അന്നത്തെ ദിവസം നിങ്ങളോട് ആർക്കോ ഇഷ്ടം തോന്നുന്നു എന്നുള്ളതാണ്. മുൻപ് എന്തെങ്കിലുമൊക്കെ കാരണവശാൽ നിങ്ങളോട് പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് പറയാൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു പൂവാണ്, കപ്പിനുള്ളിൽ ഒരു പൂവാണ്. ഈ ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? സ്നേഹത്തിന്റെ പ്രതീകമാണ്, പ്രണയത്തിന്റെ ഒരു പ്രതീകമാണ് ഇത്. ഇവിടെ കപ്പ് നിറച്ച് എന്താണ് ഉൾക്കൊണ്ടിട്ടുള്ളത്? സ്നേഹം തന്നെയാണ്. കപ്പിലുള്ളത് സ്നേഹമാണ്, സ്നേഹത്തിന്റെ പ്രതീകമാണ് ഇവിടെ ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങളിലേക്ക് സമ്മാനിക്കാൻ വേണ്ടി ആരോ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ആരോ വളരെയധികം ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുമല്ല, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിയിരിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവസരങ്ങൾക്ക് വേണ്ടി, ഓപ്പർച്യൂണിറ്റികൾക്ക് വേണ്ടി, അതായത് എന്തെങ്കിലും ഒരു ചോയ്സ് നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ചിലപ്പോൾ ജോലിക്കാര്യത്തിൽ, ഇവിടെ പ്രണയം മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം, അത് നിങ്ങൾ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അത് എല്ലാ കാര്യങ്ങൾക്കും ആവാമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നോക്കിയിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മളിപ്പോ പ്രണയത്തിന്റെ കാര്യം, റൊമാൻസിന്റെ കാര്യം പറയാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഇതുവരെ പറയണ്ട എന്ന് വിചാരിച്ചിരിക്കും ചില ആൾക്കാരൊക്കെ. മടി പിടിച്ചിട്ടിരിക്കാം, അല്ലെങ്കിൽ നാണം കൊണ്ടിരിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ചില വ്യക്തികളാണെങ്കിൽ, അങ്ങനെ ഈ ഒരു സമയത്ത് അത് തുറന്നു പറയാം എന്ന് ആലോചിച്ചുകൊണ്ട് വരുന്ന എനർജിയുമാവാം. ഏതെങ്കിലും ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം തുറന്നു പറയാമെന്ന് ആലോചിച്ചുകൊണ്ട് വേണമെങ്കിലും ഇവിടെ വരാം. അങ്ങനെ ഒരു സാഹചര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന എനർജിയാണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തായിട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന സന്തോഷം എന്ന് നോക്കാം.
ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ്. അത് നേടിയെടുക്കാൻ വേണ്ടി ഇവിടെ പ്രയത്നിക്കുന്നുണ്ട്. 2-3 പേർ കൂടി ചേർന്നിട്ട് സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി അല്ല എങ്കിൽ അതിന്റെ ഒരു വരുമാന വർധനവിന് വേണ്ടി നിങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്നത് പോലെ ഇവിടെ കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാവാം, തുടങ്ങി വെച്ചത് ഇപ്പോഴാവാം അല്ലേ. ചിലപ്പോൾ നിങ്ങൾ വെക്കേഷൻ ടൈമിലൊക്കെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചെറിയ ചെറിയ ചില ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് അതിൽ കൂടെ എന്ത് വരുമാനം ലഭിക്കുന്നുണ്ടോ അതിന് നമ്മൾ നോക്കാം എന്നൊക്കെ ഉള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പുറപ്പെടുന്നു എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ പെൻറ്റക്കിളിന്റെ എനർജിയാണ്. പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ പെൻറ്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ 3 ആണ് വന്നിരിക്കുന്നത്, നമ്പർ 3. 3 പേര് കൂടെ ചേർന്നിട്ട് എന്തോ ഒരു ചെറിയ ഒരു കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അതുമല്ലെങ്കിൽ 3 പേർ കൂടി ചേർന്നിട്ട് മറ്റെന്തെങ്കിലും ഭാവിയിലേക്കുള്ള ഫ്യൂച്ചറിലേക്കുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അത് മണി ഏൺ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാം ആയിരിക്കാം. ചിലപ്പോൾ ഇവിടെ ഒരുപാട് മറ്റ് കലാപരമായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ചിലപ്പോൾ കൈകൊട്ടിക്കളി പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഒത്തിരി പേർ കൂടെ ചേർന്നിട്ട്, അത് 2-3 പേർ കൂടെ ചേർന്നിട്ടായിരിക്കുമല്ലോ പ്രോഗ്രാം ഒന്ന് അല്ലെങ്കിൽ അത് കുറെ ഒന്ന് വളർത്തി അതിനെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു പെൻറ്റക്കിളിന് വേണ്ടിയുള്ളതാണ് എന്ന് കാണുന്നുണ്ട്, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയുള്ളതാണെന്നാണ് കാണുന്നത്. ഇതിവിടെ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് വരും, സക്സസ്ഫുൾ ആകും എന്ന് കാണുന്നുണ്ട്. കാരണം ഇവിടെ കണ്ടില്ലേ, ഇവിടെ സക്സസ്ഫുൾ ആയിട്ടാണ്, ഈ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലാണ് ഇവരിവിടെ നിൽക്കുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടത് കൂടുതലായിട്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന എനർജിയിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ എംപറർ ആണ് വന്നിരിക്കുന്നത്. എംപറർ എന്ന് പറയുമ്പോൾ വളരെ ഹൈ എനർജിയാണ്, എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാരണം ജീവിതത്തിൽ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ ഒരു എനർജിയിലായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നോളജ്, അത്യാവശ്യ സമയത്തൊക്കെ മറ്റ് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതെ നോളജിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ നല്ല നോളജ് ഉള്ള വ്യക്തിയും ആവാം. ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് കാണുന്നത്. ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഇവിടെ ഏതെങ്കിലും കാര്യത്തിൽ പെർമനന്റ് ആണ് നിങ്ങളുടെ കാര്യങ്ങൾ. നിങ്ങൾ ഇന്ന് വാക്ക് പറഞ്ഞു നാളെ ഒന്ന് മാറുന്ന അങ്ങനെ സ്വഭാവമല്ല. വീട്ടുകാരെ ആണെങ്കിലും ശരി, സാമ്പത്തികമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലും അടുക്കും ചിട്ടയോടും കൂടി അവരെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണും. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ അടങ്ങുന്ന സൊസൈറ്റിയിലായാൽ തന്നെ അടുക്കും ചിട്ടയോടും കൂടി പല കാര്യങ്ങളിലേക്കും മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അത്രമാത്രം നല്ല ജെന്യുവനായിട്ടുള്ള ഈ ഒരു സ്വഭാവം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതായത് ഇവിടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ജോലി കാര്യങ്ങളിലാവാം. ഈ ഒരു ജോലിക്കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്നവരാവാം. ഇനി അതുമല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് സാലറി മേടിക്കുന്ന ഏതെങ്കിലും വ്യക്തികളാവാം നിങ്ങൾ. ഇനി അതിനുവേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്ന വ്യക്തികളും ആവാം. അതുമല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാകാം. അതുമല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ഒരു ജോബ് കിട്ടാനുള്ള സാധ്യതയും ഇവിടെ നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായി? അല്ലെങ്കിൽ ഇതുവരെ സാലറി ഒന്നും പെർമനന്റ് ആയിട്ട് കിട്ടിയിരുന്നില്ല എങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് പെർമനന്റ് ആയി സാലറി ലഭിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിലും നമുക്കിവിടെ പറയാൻ പറ്റും. അത്രമാത്രം ഒരു സ്റ്റേബിളായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 3 ഓഫ് സോഡിന്റെ എനർജിയാണ്. 3 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയ ചില കാര്യങ്ങൾ ഉണ്ടാവാം. വളരെയധികം നിങ്ങളെ മനസ്സിന് വിഷമിപ്പിച്ചിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചിരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പലതിലും ഇപ്പോൾ കുടുങ്ങിയിട്ടുണ്ടാവണം. ആ ചിന്തകളിൽ നിന്ന് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടാവില്ല ഈ ഒരു സമയത്തും.
എന്തായാലും നിങ്ങളിവിടെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെയും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് കടക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ പോലും ചിലപ്പോഴൊക്കെ നിങ്ങൾ അതിൽ സ്റ്റക്ക് ആവുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാകും. അതിൽ നിന്ന് റിക്കവർ ആവാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇവിടെ മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് വല്ലാതെ നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം. ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് നിമിത്തം നിങ്ങൾ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു, മാനസിക വിഷമം അനുഭവിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അല്ല എങ്കിൽ അസുഖങ്ങളും ആവാം. എന്തായാലും ശരി, ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ വല്ലാതെ മാനസിക പ്രശ്നങ്ങളിലാണെന്നാണ് കാണുന്നത്. മാനസിക സംഘർഷം അനുഭവിക്കുന്ന എനർജി ഇവിടെയുണ്ട്. ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കാരണം ഇതും ഒരു കിങ് അല്ലേ. കിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന കിങ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഒരു ലെവലിൽ എത്തിയിരിക്കുന്ന വ്യക്തിയാണ്, നല്ല ഹൈ ലെവലിൽ എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉയർന്ന നിലയിൽ കഴിയുന്ന ഒരു വ്യക്തി. ഈ ഒരു വ്യക്തി മറ്റുള്ളവരെ സഹായിക്കുന്ന, മറ്റുള്ള പാവപ്പെട്ട ആൾക്കാരെ കൂടി സഹായിച്ചു പോകുന്ന വ്യക്തിയാണ്. അപ്പൊ ഇവിടെ കിരീടം വെച്ച ഒരു രാജാവിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു. ഈ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ജോലി ലഭിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. അങ്ങനെ മറ്റുള്ളവർ നിങ്ങളെ ഇതേപോലെ ഒരു ഹൈ ലെവലിലുള്ള ഒരു ആളായിട്ട് കരുതുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. സാമ്പത്തികം നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും വരുന്നുണ്ടാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് മുൻപ് തൊട്ടേ സാമ്പത്തികം ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ജെനുവിനായി തന്നെ ഒരു കിങ്ങിന്റെ എനർജിയോട് കൂടി ആയിരിക്കണം നിങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജി നമുക്കിവിടെ പറയാൻ പറ്റുന്നുണ്ട്. പണ്ട് തന്നെ നിങ്ങൾ ധാരാളമായിട്ട് സാമ്പത്തികം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഏതെങ്കിലും ബിസിനസ്മാൻ ആവാം, അതുപോലെ ഏതെങ്കിലും മറ്റ് നല്ല ഏതെങ്കിലും ജോലിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാവാം. ചിലപ്പോൾ റിട്ടയർമെന്റിന്റെ സാമ്പത്തികമൊക്കെ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാവാം. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ ഒരുപാട് സന്തോഷം എന്ന് പറയുന്നത് കണ്ടില്ലേ, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു പുതിയ വാർത്ത നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും മാനസികമായിട്ട് സന്തോഷിപ്പിക്കുന്ന എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇവിടെ സന്തോഷം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ വിവാഹകാര്യമാവാം. വിവാഹത്തിലൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ മാരേജ് പ്രപ്പോസലുകളൊക്കെ ഒരുപാട് വന്നിട്ട് ഒന്നും നടക്കാതെ പോയിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ടാവാം. അതൊക്കെ ഇപ്പോൾ മാറിയിട്ട് ഒരു സന്തോഷത്തിലേക്ക് പോകുന്ന എനർജി ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. പഴയതിനേക്കാളും സന്തോഷം അനുഭവിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഏതെങ്കിലും ജോലി ലഭിക്കാം, അതുപോലെ സാമ്പത്തികം ഒരുപാട് ലഭിക്കുന്ന എനർജി, ഓർണമെന്റ്സ് വാങ്ങിക്കാനുള്ള എനർജി ഉണ്ടാവാം. ഇവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല ചില സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന ചില സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളെ കാണാൻ വരാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവാം. അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. ജീവിതം ഒന്ന് ബാലൻസ് ചെയ്ത് പോകാനുള്ള എല്ലാ വിധത്തിലുള്ള പഴുതുകളാണ് നിങ്ങൾക്കുള്ളത്. അതായത് നിങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന സ്വഭാവമല്ല. സിൻസിയർ ലവ് ആണ്. ആരെങ്കിലും നിങ്ങൾ സ്നേഹിച്ചുവെങ്കിൽ അത് സിൻസിയർ ലവ് ആണ്.
അപ്പോൾ അങ്ങനെ ഒരു സിൻസിയറായിട്ടുള്ള പ്രവൃത്തിയിലൂടെ വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ധാരാളമായി ലഭിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ സംഗതി എന്തോ നിങ്ങളിലേക്ക് വരുന്നത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് അതേപോലെ അനുഭവിക്കാൻ തയ്യാറാണ്. ഒന്നിനും എന്താണ് പരാതിയില്ല, പരിഭവമില്ല, മറ്റൊന്നിനോട് കമ്പയർ ചെയ്യുന്ന സ്വഭാവമില്ല, ഒന്നിനെയും ജഡ്ജ് ചെയ്യുന്ന ഒരു സ്വഭാവമില്ല നിങ്ങൾക്ക്. എല്ലാത്തിലും നിങ്ങളൊരു വ്യക്തിയുമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ഒരു കാര്യത്തിലും നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല, ആരെയും കമ്പയർ ചെയ്യാനും പാടില്ല, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാനും പാടില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം സംസാരിച്ചാൽ മതിയാവും. മൗനമാണ് എല്ലായ്പ്പോഴും നല്ലത്. മൗനമാണ് നിങ്ങൾക്ക് വിജയം തരുന്നത്. പല കാര്യങ്ങളിലും മൗനം പാലിക്കുന്നത് കൊണ്ട് അവിടെ സക്സസ് വന്നു ചേരുകയേ ഉള്ളൂ. മനസ്സിലായി? നിങ്ങൾക്ക് തന്നെ വിചാരിക്കാൻ പറ്റും ഞാൻ അവിടെ മൗനം പാലിച്ചത് എത്ര നന്നായി എന്ന് പറയുന്നത് പോലെയാണ് ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരുന്നത്. പലപ്പോഴും മൗനത്തിലൂടെ ആവാൻ, സൈലന്റ് ആവാൻ കഴിയുന്നത് എപ്പോഴും നല്ലതാണ്. സൈലൻസ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ലൊരു മന്ത്രം പോലെയാണ്. ഒരു മന്ത്രത്തിന്റെ ഒരു ഏറ്റവും വലിയ ഗുണം കിട്ടുന്ന ഒരു വാക്കാണ് സൈലൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിൻ്റെതായ ഒരു വാക്കാണ് സൈലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും, സുഖമാണോ ദുഃഖമാണോ ജീവിതത്തിൽ, എങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കൊന്നുമില്ലാത്ത ഒരവസ്ഥയിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങളെ അതൊന്നും ബാധിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഈക്വലായിട്ട് ഗീവ് ആൻഡ് ടേക്ക് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നിങ്ങൾക്ക് മറ്റു ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നില്ല. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ സക്സസിൻ്റെതായ ആ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സക്സസിൻ്റെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ സൈലൻസ്, അല്ല എങ്കിൽ നിങ്ങളുടെ മൗനം, നിങ്ങളുടെ സ്വഭാവം, ഈ തരത്തിലുള്ള സ്വഭാവം. കാരണം ആവശ്യമില്ലാതെ സംസാരിക്കാത്ത സ്വഭാവം, അങ്ങനെ വേണം മുന്നോട്ട് വരാൻ. മനസ്സിലായി? അല്ലാതെ എല്ലാം കാണുന്നിടത്തെല്ലാം കയറി കുറ്റം പറഞ്ഞ്, കുറവ് പറഞ്ഞ്, വഴക്കിട്ട്, ആർഗ്യുമെന്റ്സ് നടത്തി ഞാനാണ് വലിയ ആളെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതിലൊക്കെ എത്രയോ സമാധാനമായിട്ട് നിങ്ങളിവിടെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ കഴിയാനാണ് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നമ്മൾ. അതുവഴിയാണ് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്വഭാവത്തിലാണ്. നിങ്ങളുടെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് കണ്ടില്ലേ? 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ വേർപ്പ്, പക, വിദ്വേഷം മറ്റുള്ളവരോടുള്ളത്, ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും ഉള്ളതാണ്. മനസ്സിലായി? ജീവിതത്തിൽ നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. പക്ഷേ അതിനെ എല്ലായ്പ്പോഴും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. അങ്ങനെ പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ഉള്ളിലുള്ള വെറുപ്പ്, വിദ്വേഷം, പക ഇതൊന്നൊക്കെ ഒന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതാണ് നമുക്ക് 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. കണ്ടല്ലോ, സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്നേഹം ഒരുപാട് ലഭിക്കുന്ന എനർജിയാണ്. സാമ്പത്തികവും സ്നേഹവും എല്ലായ്പ്പോഴും കണക്റ്റഡ് ആണ്. അപ്പൊ ഇത് ഒന്നിനു പിറകെ ഒന്നായി നിങ്ങളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ. ഒന്നിനൊന്നിനെ വിട്ടുപിരിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരികയും സ്നേഹം വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്ക് ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ഒന്നും നോക്കാം. 2-3 കാർഡ്സ് ഒന്നും എടുക്കാവേ. ഇന്നത്തെ ദിവസം എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാവേ. ഡിവൈൻ സപ്പോർട്ട് വന്നിട്ടുണ്ട്, പ്രോസ്പെറിറ്റി വന്നിട്ടുണ്ട്. പിന്നെന്താ വേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും
ക്ലിയർ യുവർ എനർജി എന്നാണ് നമ്മൾ ബോട്ടം വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ഒന്ന് ക്ലിയർ ആക്കൂ. അലങ്കോലപ്പെട്ട് കിടക്കുന്ന എനർജി ഉണ്ടല്ലോ പലപ്പോഴും, മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് മാനസികമായിട്ട് അസ്വാസ്ഥ്യമുളവാകുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അതിനെ നിങ്ങളൊന്ന് ക്ലിയർ ആക്കൂ എന്നുള്ളതാണ് പറയുന്നത്. മുൻപ് നമ്മൾ പറഞ്ഞല്ലോ, ഇമോഷൻസ് എന്ന് പറയുന്നത് നാച്ചുറലാണ്, എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഇല്ലാതെ പറ്റില്ലല്ലോ. മനുഷ്യ ജന്മമാണെങ്കിൽ അവിടെ എന്താണ്, ഇമോഷൻസ് ഉണ്ടാകും. അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് പോകുന്നതാണ് ജീവിതത്തിന്റെ വിജയമെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അമിതമായ ക്ഷോഭം ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക. മനസ്സുകൊണ്ട് അപ്പോൾ വിചാരിക്കുക, വേണ്ട, എനിക്കിപ്പോൾ ഇത് പറയാൻ പറ്റിയ സാഹചര്യമല്ല, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അതാണ് അവിടെ സൈലൻസ് കൊണ്ടുവരൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ വന്നിരിക്കുക, അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്, ക്ലിയർ യുവർ എനർജി എന്ന് ഭഗവാന്റെ മെസ്സേജ് വന്നിരിക്കുന്നത് അതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഡിവൈൻ സപ്പോർട്ടാണ്. ഡിവൈൻ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് പ്രോസ്പെറിറ്റിയാണ്. നിങ്ങളിലേക്ക് ദൈവികമായ ദൈവത്തിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. മനസ്സിലായി? പ്രോസ്പെറിറ്റി വരുന്നുണ്ട്, അതുപോലെ ഡിവൈൻ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെന്താണ് വേണ്ടത്? അപ്പോൾ ഇതിലധികമായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളെയും മനസ്സിലാക്കി മുന്നോട്ട് വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിലുള്ളത്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. ലൈക്ക് ചെയ്യാതെ പോകുന്നവർ ഒരുപാട് പേരുണ്ടെന്നൊന്ന് മറന്നു പോകുന്നതായിരിക്കണം. എന്തായാലും ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നുകൂടെ ഓർത്ത് വയ്ക്കണേ. അപ്പോൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ.